ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മോട്ടിവേഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അതായത് നമ്മളിപ്പോ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നെന്താ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഒരാളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് അതിനൊരു എന്താ പറയാ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അല്ല 6 പോയിന്റ്സ് ഉണ്ട് മൊത്തം. അപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞ ഓക്കെ എന്തൊക്കെയാ ഉള്ളത്. ഷെഡ്യൂൾ ലേണിംഗ് ടൈം. ഇപ്പൊ നമ്മൾ ഒരു ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ നമുക്ക് എപ്പോഴാ, രാവിലെ ആണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ എപ്പോഴാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുക എന്നുള്ളത് നമ്മൾ അത് തന്നെ ഷെഡ്യൂൾ ചെയ്യുക. നമുക്കിപ്പോ രാവിലെ 6 മണിക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെ നമുക്ക് സമയം കിട്ടുന്നോ അതുപോലെ നമ്മൾ ടൈം കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ട് അതുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ വന്നിട്ട് സെറ്റ് യുവർ സെൽഫ് ഗോൾ. നമുക്കൊരു ഗോൾ വേണം. നമുക്ക് ഇത്ര മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 7 മാസത്തിനുള്ളിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് ആ ഗോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ തന്നെ ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് ഇത്രയും മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ ഉറപ്പിക്കുക. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ട് മീറ്റ് പീപ്പിൾ ഹു ആർ ലേണിംഗ് ദ സെയിം ലാംഗ്വേജ്. അതായത് ഒരേ ലാംഗ്വേജ്, ഒരേ ഭാഷകൾ. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യാം, അവരെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോ ചിലപ്പോ നിങ്ങളെക്കാട്ടിലും കൂടുതൽ അറിയാവുന്നവരായിരിക്കും അവര്. അപ്പോ അവരെ കൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്നും കിട്ടും പഠിക്കാനായിട്ട്, മനസ്സിലാവാനായിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ ഇനി നാലാമത്തെ വന്നിട്ട് യൂസ് ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആൻഡ് മീറ്റപ്പ്. എന്നുവെച്ചാൽ നിങ്ങൾ സംസാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്താ അറിയാമോ അത് അങ്ങോട്ട് പറയാം, അവർക്ക് എന്താ അറിയാമോ അത് ഇങ്ങോട്ട് പറയാം. അങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് മീറ്റപ്പ് ഒക്കെ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെ ട്രൈ എ ക്ലാസ്. അപ്പൊ നിങ്ങൾ തന്നെ ഒരു ക്ലാസ് ഒക്കെ ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒക്കെ നിങ്ങൾ സ്വയമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കൂടുതലായിട്ട് പറ്റും. പിന്നെ ആറാമത്തെ വന്നിട്ട് ഗിവിങ് യുവർ സെൽഫ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. വെച്ചാൽ നിങ്ങളിൽ തന്നെ കൊടുക്കുക. ഇങ്ങനെ എന്തോ ഗിവിങ് യുവർ സെൽഫ് സംതിങ് നിങ്ങൾ തന്നെ കൊടുക്കുക. അത് ഫോർവേഡ് ഇതാവാനായിട്ട്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഫോർവേഡ് കറക്റ്റായിട്ട് പറയാനായിട്ട് നിങ്ങൾ തന്നെ സമയം കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോ കൊടുക്കുക. നിങ്ങളിപ്പോ എന്താ വിചാരിക്കുക, ഒരാഴ്ച സമയം കൊടുക്കുക. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇത്രയും പറഞ്ഞിരിക്കും, ഇത്രയും പഠിച്ചിരിക്കും എന്നും നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ തന്നെ അതുപോലെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. സോ ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പൊ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു എന്ന് കുറെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്നും വിചാരിക്കരുത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ 6 പോയിന്റും പറയാം. ഒന്നാമത്തെ, നിങ്ങൾ സമയം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിക്കണോ എന്നുള്ളത് നിങ്ങൾ സമയം സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗോൾ വെക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള സമയത്തിന് ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ, ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കാണോ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നത് അവരെ മീറ്റ് ചെയ്യുക, അവരെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ വന്നിട്ട് ലാംഗ്വേജ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓരോ ലാംഗ്വേജും നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോൾ പരസ്പരം കുറെ കൂടി കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാവും. പിന്നെ ട്രൈ എ ക്ലാസ്, അതായത് പുതിയ ക്ലാസ് ഒക്കെ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലാസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ഓരോ ക്ലാസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഓരോ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. കൂടുതൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ സംസാരിച്ച് ഓരോ ക്ലാസ് ഒക്കെ എടുത്ത് സ്വയം, അപ്പൊ നിങ്ങൾക്ക് തന്നെ കൂടുതലും കുറെ പ്രാക്ടിക്കൽ ആയിട്ടും കുറെ കൂടുതലും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ പോയിന്റ് വന്നിട്ട് ഗിവിങ് യുവർ സെൽഫ് സംതിങ് ടു ലുക്ക് ഫോർവേഡ്. വെച്ചാൽ നിങ്ങൾക്കൊരു സമയം വെക്കുക. അതായത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റും. അതായത് വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സമയമൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ മോട്ടിവേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.